വളരെ പക്വതയോടെ ഡീൽ ചെയ്ത ആസിഫ് അലിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. ആസിഫ് അലിയുടെ കംപ്ലൈന്റ് അദ്ദേഹം എന്തിനാണ്? ആസിഫ് അലി ഒന്നും മിണ്ടിയിട്ടില്ല. ആസിഫ് അലി തിരിച്ചുകൊണ്ട് നേരിട്ടില്ല. ഇതേപോലെ അവസരം പണ്ട് നടന്നിട്ടുണ്ട്, ബോളിൽ സംഭവിച്ചിട്ടുണ്ട്, അതൊന്നും ആരും മിണ്ടിയില്ലല്ലോ. സന്തോഷ് വർക്കി 2 ദിവസം മുന്നേ നടന്ന മനോരഥങ്ങൾ എന്ന ഫിലിമിന്റെ ട്രെയിലർ ലോഞ്ചിന്റെ ഭാഗമായിട്ട് രമേശ് നാരായണ ഒരു അവാർഡ് കൊടുക്കുകയുണ്ടായി ആസിഫ് അലി. അതിൽ ആസിഫ് അലിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മീഡിയക്കാരെ ന്യൂസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. സത്യഭാമയുടെ ന്യൂസ് ആയ പോലെ യൂണിവേഴ്സിറ്റി കോടാനുള്ള ന്യൂസ് ഇവിടെ നിന്ന് ചെകുത്താറിൽ വന്നിട്ടുണ്ടായി. എനിക്ക് വ്യക്തിപരമായി ഇത് ആസിഫ് അലി ഇഷ്ടമാണ്. ആസിഫ് അലി നല്ല പഠിച്ചതും നല്ലൊരു ആക്ടറുമാണ്. പക്ഷേ ഈ സംഭവത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ 2 പേരാണ് കുറ്റം പറയേണ്ടത്. ഒന്ന്, ഈ ഇവന്റ് ഓർഗനൈസ് ചെയ്ത ആൾക്കാർ, അവർ പ്രോപ്പറായിട്ട് അല്ല ഓർഗനൈസ് ചെയ്തത്. ഈ അവാർഡ് കൊടുക്കേണ്ട ഗ്രൗണ്ടിലല്ല, സദസ്സിലാണ് കൊടുക്കേണ്ടത്. അതാണ് രമേശ് ഞാൻ ആദ്യമേ അങ്ങോട്ട് നോക്കുന്നത്. ഇവിടെ അടിയിലാണ് കൊടുത്തിരിക്കണം. ഈ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്തിട്ടില്ല, അങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ടായിട്ട്. ഈ ഡയറക്ടറാണ് അവാർഡ് കൊടുക്കേണ്ടത്. ഈ അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഇയാളുടെ വീഡിയോ ആരും കേൾക്കുന്നില്ല. അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഇയാളുടെ പേര് വിളിച്ചിട്ടില്ല. ഇങ്ങനെ 100 പ്രശ്നം നടന്നിട്ടുണ്ട്. ഇത് ഓർഗനൈസ് ചെയ്ത ആൾക്കാരുടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ ഇതുകൊണ്ട് ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയക്കാർക്ക് 2 ദിവസം ന്യൂസായി. വേറെ കാര്യം പറയുന്നത്, ഇപ്പൊ രമേശ് ചാനൽ സത്യഭാമയായിട്ട് ആൾക്കാർ ലിങ്ക് ചെയ്യാം. വേറെ കാര്യം പറഞ്ഞാൽ ലെവൽ ക്രോസ് സിനിമ നടക്കുകയാണ്, അതിന്റെ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെവൽ ക്രോസ് സിനിമ സൂപ്പർ ഹിറ്റായിട്ട് കൊടുക്കും. ഇത് കാരണം ആസിഫ് അലിയുടെ ഈ വിവാദം കാരണം ലെവൽ ക്രോസ് മൂവി സൂപ്പർ ഹിറ്റായിട്ട് കൊടുക്കും. അത് അവർ എന്നെ പണ്ട് വിത്ത് സെക്കൻഡ്സിനെ എന്നെ ആക്രമിച്ച് പ്രൊമോഷൻ നടത്താൻ നോക്കിയതാണ് ആൾക്കാർ. അതേപോലെ പ്രൊമോഷൻ വർക്കായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് വ്യക്തിപരമായിട്ട് രമേശ് ചാനെ കണ്ടറിയാം. അപ്പം നടമനുഷ്യനെ എനിക്ക് തോന്നിയിട്ടില്ല. തലമനുഷ്യൻ എനിക്ക് തോന്നിയത് ആസിഫ് അലിയാണ്. ഈ സംഭവത്തിൽ കാര്യങ്ങൾ ആൾക്കാർ വിശകലനം ചെയ്യുന്നില്ല. പൊതുജനം കരുതൽ പറഞ്ഞ പോലെ ഇത് ആൾക്കാർ മുഴുവൻ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാം രമേശ് നാരായണൻ. താങ്കള് രമേശ് നാരായണന്റെ കൂടെ ഞാൻ ഈ സംഭവത്തിൽ ഇത് രമേശ് നാരായണന്റെ കുഴപ്പമല്ല, ആസിഫ് അലിയുടെ കുഴപ്പമില്ല. ഇതിന്റെ കുഴപ്പം പറഞ്ഞാൽ ഈ ഓർഗനൈസേഷൻ ഇവർ നടത്തി ഈ ഫംഗ്ഷൻ നടത്തിയ ആൾക്കാർ മര്യാദ നടത്തിയിട്ടില്ല. അതിനു മുന്നേ താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സിനിമക്കാർ ഉപയോഗിക്കുന്നുണ്ട്, സിനിമക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അവർ ഇതിനുവേണ്ടി ചെയ്തെന്നല്ല പറഞ്ഞു. ഇങ്ങനെ നടന്ന സംഭവം നടന്നുകൊണ്ട് ആ രീതിയിൽ ഒരു ഉപകാരം ആസിഫ് അലിക്ക് ഒരു ഈ ഇൻസിഡന്റ്. ഇവിടെ പല പടം ഓടുന്നത് ഈ പ്രൊമോഷൻ നടത്തുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇത് പ്രൊമോഷനായിട്ട് ഇത് ഈ സംഭവം നടന്ന മുഴുവൻ പ്രൊമോഷൻ വേണ്ടിയല്ല, ഇങ്ങനെ നടന്നപ്പോൾ പ്രൊമോഷൻ ഉപയോഗിക്കണം. സെന്റ് ആൻഡ്രൂസ് കോളേജിൽ വരുന്നു, ലെവൽ ക്ലാസ്സിൽ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വേറെ വായിച്ചിട്ട് ഇത് ഇങ്ങനെ നേരത്തെ വന്ന് എല്ലാവർക്കും കൈ കൊടുക്കുന്നു, എല്ലാ ആൾക്കാർക്കും അവിടെ സദസ്സിലുള്ള എല്ലാവർക്കും കൈ കൊടുക്കുന്നു നിങ്ങൾ പറയാം. ആസിഫ് അലി നേരത്തെ വന്നു, അല്ല പി ആർ വർക്കാണെന്ന് അറിയില്ല. കാരണം പി ആർ വർക്ക് കാരണം മുഴുവൻ ഇങ്ങനത്തെ പരിപാടികളാണ്. പിന്നെ എടുത്ത് പറയുന്നത് അവിടെ ഒരു അവാർഡ് കൊടുക്കേണ്ട ആള് നമ്മളെക്കാട് വലിയ ആളാണ്. രമേശ് ചാനക്കാട് വലിയ ആളല്ല ആസിഫ് അലി. അവിടെ MT വാസുദേവനുണ്ട്, മമ്മൂട്ടിയുണ്ട്, പ്രിയദർശനുണ്ട്, ഷിബി മലയിലുണ്ട്, ജയരാജുണ്ട്. ഇവരെല്ലാം ഉള്ളപ്പോ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഇയാളെക്കാട്ട് വലിയൊരാളാണ് അവാർഡ് കൊടുക്കേണ്ടത്. ഇയാളൊന്നും പറഞ്ഞില്ല മോശം. ഇയാളെ അവാർഡ് വാങ്ങിച്ചു, ഇയാളെ കൊടുത്ത മമ്മൂട്ടി കയ്യിൽ വാങ്ങിച്ചല്ലോ, വേറെ മമ്മൂട്ടി വാങ്ങിച്ചല്ലോ, വാങ്ങിച്ചു. അതിന്റെ എന്ത് ചെയ്യണം? അതിൽ ജയരാജനെ വിളിച്ചു. കാരണം അയാള് ജയരാജ് ഡയറക്ടർ സിനിമയിലാണ് മ്യൂസിക് കമ്പോസ് ചെയ്തത്. അവിടെ ജയരാജനെ വിളിച്ചതാ. ഇയാൾ ആദ്യം നോക്കുന്ന സ്റ്റേജിലേക്കാണ്. കാരണം ഈ സ്റ്റേജിൽ കൊടുക്കേണ്ട അവാർഡാണ്. ഒരു മര്യാദ കാണിക്കണം, പുള്ളിനൊന്ന് മൈൻഡ് ചെയ്യണം, എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ട് അങ്ങനെ പുള്ളിനെ വിളിച്ച് 2 പേരായിട്ട് കൊടുത്തെങ്കിൽ എനിക്ക് അതൊന്നും വലിയ അപമാനിക്കുമ്പോൾ തോന്നുന്നത്. കാരണം ആസിഫ് അലി നല്ലൊരു അനുഗ്രഹത്തെ കലാകാരനാണ്, എമർജൻസി വരുന്ന നടന്നാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നല്ല. അപ്പൊ സന്തോഷ് വർക്കിക്ക് ഒരു അവാർഡ് തരുമ്പോ അത് നമ്മൾ അവാർഡ് തരുന്ന ആള് നമ്മളെക്കാട്ടും വലിയൊരാളാവണ്ടേ? അങ്ങനെ പ്രോട്ടോകോൾ വരേണ്ടതാണ്. അങ്ങനെ ആ വിഷയം മാറ്റി നിർത്തിയാൽ ഇപ്പൊ ആ ആസിഫ് അലി പറഞ്ഞില്ലല്ലോ ഇയാള്. പക്ഷെ മെയിൻ ചെയ്തിട്ടില്ല. അതായത് ആസിഫ് അലി എന്ന വ്യക്തി അവിടെ ഉണ്ട് എന്ന് പോലും ആളെ ശ്രദ്ധിക്കാത്ത രീതിയിൽ ആസിഫ് അലി ശരി ഒരു അരഗൻസ് ഞാൻ കാണുന്നുണ്ട്. ആ വീഡിയോ കണ്ടാ അറിയാവോ, അയാൾക്ക് ഒരു പുത്തറ്റിലെ അഹങ്കാരം കാണുന്നുണ്ട്. പക്ഷെ അത് അയാൾ പറയുന്ന അയാൾ ആ സമയത്ത് അയാളുടെ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്തില്ല. അയാൾ ആകെ കൺഫ്യൂസ്ഡ് ആയി. അയാൾ പറയുന്ന വീഡിയോ ആരും കേൾക്കണല്ലോ, ആകെ കൺഫ്യൂസ്ഡ് ആയി. അവിടുത്തെ അവസ്ഥ ആകെ മനസ്സിലായില്ല. പുള്ളിക്ക് ആ സിറ്റുവേഷനെ മനസ്സിലായില്ല പറയണം. പുള്ളി ആകെ കൺഫ്യൂസ്ഡ് ആണെന്ന് പറയും. പുള്ളി ആദ്യം സ്റ്റേജിലേക്ക് നോക്കുന്നു, ഇനി ഇങ്ങോട്ട് പോകുന്നു. കാരണം ഡയറക്ടറാണ് അവാർഡ് കൊടുക്കേണ്ടത്. വേറെ സിനിമയ്ക്കുള്ള മ്യൂസിക് കമ്പോസിന് അവാർഡ് കൊടുത്ത ഡയറക്ടറാണ്. അതുകൊണ്ട് ജയരാജനെ വിളിച്ചത്. പക്ഷെ ഒരു അരഗൻസ് ആയില്ല. ഡയറക്ടർ നല്ല മനുഷ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പണ്ട് മുതലേ ഇയാളുടെ പല വീഡിയോസ് കണ്ടു. കുറച്ച് ജാഡ ടൈപ്പ് തന്നെയാണ്. കുറച്ച് ജാഡ ടൈപ്പ് തന്നെയാണ്. താരങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് അമ്മ അല്ല, ഇതിന് ഇത്രയും വിഷയമാക്കേണ്ട ആവശ്യം എന്താണ്? എനിക്ക് അതാ എന്തായാലും ആസിഫ് അലി നല്ല പക്കത്തോട് ഡീൽ ചെയ്തിട്ടുണ്ട്.
പുള്ളി അത് തിരിച്ചുകൊണ്ട് നല്ല ഡീൽ ചെയ്തു, റിയാക്ട് ചെയ്തില്ല. വിഷയമാക്കുന്നത് മീഡിയാസ് അല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. ഇങ്ങനെ സംഭവം ഉണ്ടായ മീഡിയ ഇതിങ്ങനെ കുറെ റിയാക്ട് ചെയ്ത് പ്രശ്നം ആയിക്കോട്ടെ എന്താ നടക്കാൻ പോകുന്നത്? ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ്. സത്യഭാമ ചേച്ചി അന്ന് 2 ദിവസവും 2-3 ദിവസവും കൂടി ഭയങ്കര ഓട്ടമായി എന്ത് നടക്കുന്ന അവസ്ഥയാണ്. അല്ല, അപ്പൊ സന്തോഷ് വർക്കി എന്താ ഉദ്ദേശിക്കുന്നത്? ഈ അനുഭവത്തിൽ ആസിഫ് അലി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താ സംഭവത്തിൽ? ആസിഫ് അലി മര്യാദ പെരുമാറി. ആസിഫ് അലി അപമാനമായിട്ട് തോന്നി. അത് ആസിഫ് അലി ഒന്നും റിയാക്ട് ചെയ്യില്ല, അവൾ തിരിച്ചോടെ ഡീൽ ചെയ്താ. അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ മോഹൻലാലിന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഈ മറ്റേ അന്നൊന്നും ആരും വിട്ടിയില്ല. സദസ്സിൽ അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ഡയറക്ടർ വന്നിട്ട് അയാൾക്ക് കൈ പോലും കൊടുത്തില്ല. മോഹൻലാൽ ഇത്ര തെറിയായിരുന്നു. അയാൾ ആ സമയത്തൊന്നും മീഡിയക്കാരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇപ്പൊ ഇന്നലെ അഖിൽമാല പറയുന്നത് ഇത് മതപരമായിട്ട് എന്തോ ഒരു അടി എന്ന് പറയുന്നത്, രാഷ്ട്രീയപരമായിട്ട്. ഇപ്പൊ മതവും രാഷ്ട്രീയക്കാണ് കളിക്കുന്നത്. മോഹൻലാൽ എവിടേക്കാ വിമർശിക്കപ്പെട്ടു വന്നു? മോഹൻലാലിന് അന്ന് അവാർഡ് സപ്താന അവാർഡ് കൊടുക്കുന്ന സമയത്ത് ആ ഡയറക്ടർ ഒന്നും കൈ ഒന്നും കൊടുത്തില്ല, അപമാനിച്ചില്ലേ? അന്ന് ആരും മിണ്ടിയില്ലല്ലോ ഒന്നും. മോഹൻലാൽ എത്രയൊക്കെ തെറി കേൾക്കുന്നു. പുള്ളി ആരും സപ്പോർട്ട് ചെയ്താൽ അത് വിവാദമാവുന്നല്ലോ. ഇതെല്ലാം ഇന്ന് പിന്നീട് അഖിൽമാരാണ് ലൈവിൽ വന്ന് പറഞ്ഞതാണ് മതപരമായിട്ട് എടുക്കല്ലേ. എന്ത് കാര്യം വന്നാലും മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എടുക്കുകയാണ്. എന്തിനാണ് അങ്ങനെ എടുക്കുന്നത്? ഇതിപ്പോ ശരിയാണ്, അയാൾ കുറച്ച് അരഗൻസ് കാണിച്ചു, ശരിയാണ്. പക്ഷെ ആ സാധ്യത ആൾക്കാർ മനസ്സിലാവാൻ പോയത് എന്തായാലും ആസിഫ് അലി ഇത്ര ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ആസിഫ് അലി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആസിഫ് അലി ഇല്ലാത്ത പ്രശ്നം നാട്ടുകാർക്ക് എന്തിനാണ്? ആസിഫ് അലിക്ക് ഇല്ലാത്ത പ്രശ്നം നാട്ടുകാർക്ക് എന്താണ്? ആസിഫ് അലി തിരിച്ചോണ്ടാണ് കേട്ടത്, തിരിച്ചോണ്ട് കേട്ടു. ഇത് ഇതെല്ലാം ഒരു തരത്തിലുള്ള ചർച്ച ചെയ്യപ്പെടുകൊണ്ട് എന്താ കാര്യം? ആസിഫ് അലി പറഞ്ഞ കേരളത്തിലെ എസ്റ്റാബ്ലിഷ് ആയ ഒരു നടനാണ്. ആസിഫ് അലി എസ്റ്റാബ്ലിഷ് നടന്നല്ല, ആസിഫ് അലി ആണ് എസ്റ്റാബ്ലിഷ് നടന്നല്ല. ആസിഫ് അലി എമർജ് ചെയ്ത ആക്ടർ, ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആയെന്ന് പറയാൻ പറ്റില്ല. ഈ കേരളത്തിൽ അറിയപ്പെടുന്ന പൃഥ്വിരാജോ രമേശ് നാരായണനേക്കാൾ കൂടുതൽ ആസിഫ് അലിനെ ജനങ്ങൾക്ക് അറിയാം ആയിരിക്കാം. പക്ഷെ അവാർഡ് വെച്ച് അത് നോക്കിയിട്ട് കാര്യമല്ലോ, പോപ്പുലാരിറ്റി നോക്കിയിട്ട് കാര്യമല്ലോ. പോപ്പുലാരിറ്റി ആർക്കും ഇവിടെ ഇപ്പൊ തൊപ്പിക്ക് ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ട്, തൊപ്പി വലിയ ആളാണ്, തൊപ്പിക്ക് പക്ഷേ പോപ്പുലാരിറ്റി ഉണ്ടാവും. രമേശ് നാരായൺ ഒരു മ്യൂസിഷ്യനാണ്, അയാൾക്ക് ഒരുപാട് അവാർഡ് കിട്ടിയ ആളാണ്. ആയിക്കോട്ടെ, അതായത് പൊതുജനങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നത് പൊതുജനങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ അപ്പൊ തൊപ്പി പിന്നെ ആരാണ് ഇപ്പൊ തുപ്പൽ അവരൊക്കെയാണ് അവരിൽ വലിയ അറിയപ്പെട്ടുകൊണ്ട് മാറുന്ന വലിയ ആളാവും. ആസിഫിനോട് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആസിഫിന് നല്ല മനസ്സിലാണ്, എനിക്ക് ആസിഫിന് ഇഷ്ടമാണ്. പക്ഷെ എന്ന് പറഞ്ഞു ഈ സാഹചര്യത്തിൽ എന്താ സംഭവിച്ചറിയാം, അവിടെ ഭയങ്കര കൺഫ്യൂഷൻ. ഈ എന്തിനാ സദസ്സിൽ കൊടുക്കേണ്ട അവാർഡ് എന്തിനാ ഇവിടെ കൊടുക്കുന്നത്? അത് പുള്ളിയുടെ കാലിലെന്തോ വയ്യായിരുന്നു, സ്റ്റേജിൽ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു. ആ രമേശ് നാരായണ അങ്ങനെ പറഞ്ഞു. അങ്ങനെ സംഘാടകരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ആ ഫംഗ്ഷൻ സംഘടിപ്പിച്ച ആൾക്കാർക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്. അവിടെ ഇയാൾ കൺഫ്യൂസ്ഡ് ആണ് ആ സമയത്ത്, അവിടെ സൗണ്ട് കേൾക്കുന്നില്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. മര്യാദക്കല്ല ഇയാൾ പറയണ്ടേ, ഇയാളെ പേര് വിളിച്ചിട്ടില്ല, പേര് നേരത്തെ പറഞ്ഞിട്ടില്ല, വിളിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ 100 കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അയാൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ് ആ സമയത്ത്. അയാൾ മോഹൻ കണ്ടറിയില്ല, അതുകൊണ്ട് അയാൾ തിരിക്കാൻ പറ്റാതെ പോയതാ. എന്തുകൊണ്ട് അയാൾ മൊമെന്റ് വാങ്ങിച്ചില്ലോ, വേറെ ചെയ്തില്ലല്ലോ. ആ ഓർഗനൈസേഷൻ നടത്തിയ ആൾക്കാർ പ്രോപ്പർ രീതിയിലല്ല നടത്തിയിരിക്കണം. പിന്നെ ഈ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. പിന്നെയുള്ള PR വർക്ക് ഉണ്ടോന്ന് അറിയില്ല. ഇപ്പൊ മുഴുവൻ നടക്കുന്ന PR വർക്കാണ്, എന്താ അറിയുമെന്ന് അറിയില്ല. ഇതിപ്പോ പുള്ളി ചാനൽ കണ്ട് സോറി ഒക്കെ പറഞ്ഞു. ആ സോറിന് ഒരു തൃപ്തി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ, ഒരു പൂർണ്ണത വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു? അല്ല, അയാൾക്ക് ഇയാള് വലിയ ആളെ തോന്നി, ഇയാൾ തുറന്നു പറയണം. രമേശ് ചാൻ തുറന്നു പറയുന്നത് ഇയാളല്ല എനിക്ക് അവാർഡ് തരുന്നില്ല, അതായത് തുറന്നു പറയുന്നില്ല. രമേശ് ചാൻ തുറന്നു പറയുന്നില്ല. പക്ഷെ അയാൾ പറയണം അയാളൊന്നും ഇൻസൾട്ട് ചെയ്തിട്ടില്ല, അയാളൊരു കൺഫ്യൂസ്ഡ് ആയി പോയി. അയാളുടെ മോഹം കണ്ടില്ലേ, പക്ഷെ കുറച്ചൊരു അരഗൻസ് ഉണ്ട്, അഹങ്കാരം ഉണ്ട്. അയാളുടെ മോഹം കണ്ടറിയാം ഇയാളെ ഒരു വകവെച്ചിട്ടില്ല, ആസിഫ് അലിയെ വകവെച്ചിട്ടില്ല. ആ ഒരു അഹങ്കാരം കാണുന്നുണ്ട്. പക്ഷെ അത് അയാൾ കൺഫ്യൂസ്ഡ് ആയെന്നൊന്നും അറിയില്ല. അയാൾ നേരെ സ്റ്റേജിലേക്ക് നോക്കുന്നു, അതിന് അയാൾ ജയരാജനെ വിളിക്കണം. പക്ഷെ ഒരു അരഗൻസ് ഇതിലൊന്നും ഞാൻ പറയുന്നില്ല. എന്തൊക്കെ പറഞ്ഞാൽ ആസിഫ് അലി വളരെ പക്വതയോടെ ഡീൽ ചെയ്ത, ആസിഫ് അലിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. ആസിഫ് അലി അത് കംപ്ലൈന്റ് അത്യാവശ്യം എന്തിനാണ്? ആസിഫ് അലി ഒന്നും മിണ്ടിയിട്ടില്ല. ആസിഫ് അലി തിരിച്ചുകൊണ്ട് നേരിട്ടത്. ഇതേപോലെ അവസരം പണ്ട് നടന്നിട്ടുണ്ട്, മോഹൻലാൽ സംഭവിച്ചിട്ടുണ്ട്, അന്നൊന്നും ആരും മിണ്ടിയില്ലല്ലോ. എത്ര സംഭവം നടന്നിട്ടുള്ളൂ. ഇതിപ്പോ വേറെ ഒരു ന്യൂസിലാ സമയത്ത് ഈ ന്യൂസ് എടുത്തിട്ടിരിക്കുകയാണ്, അതാ അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ വേറെ പോലെ അങ്ങനെയാണ്. അന്ന് KPSLയുടെ മറ്റേ ആ ന്യൂസ് തന്നെ ഒരു ന്യൂസിലല്ല, അന്ന് എന്റെ അടുത്ത് കിട്ടും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. മീഡിയക്കാർക്ക് ഭയങ്കര ഒരു അവര് കുറെ ആൾക്കാർ വെച്ചിരിക്കുന്ന കാസർഗോഡാണ്. ഇപ്പൊ 2 ദിവസത്തേക്ക് ന്യൂസ് ആയത്, സത്യഭാമയുടെ ന്യൂസ് ആയിരുന്നില്ലേ 2 ദിവസത്തേക്ക്. അവിടെ എന്ത് സംഭവിച്ചു? ഈ സോറി വർക്കില് ശരിയായ രീതിയിലാണ് അയാൾ എന്താ പറഞ്ഞത്? എന്താ പറയാ, സോറി പറഞ്ഞില്ലേ? സോറി പറഞ്ഞു. എന്താ പറഞ്ഞ എന്താ പറയണ്ടേ? സോറി പറഞ്ഞില്ലേ?
അയാൾ ഉദ്ദേശിച്ചിട്ടില്ല, അയാൾ കൺഫ്യൂസ്ഡ് ആണ്, അയാൾ മോൻ കണ്ടറിയാം. അയാൾ മൊമെന്റ് വാങ്ങിച്ചു. പിന്നെ ആ മൊമെന്റ് പിന്നെ ബ്രാഹ്മണിയും പിന്നെ വേറെ എന്തെങ്കിലും എല്ലാ ജാതിയും രാഷ്ട്രീയം കൊണ്ടുവരികയാണ്. ആ മൊമെന്റ് ബ്രാഹ്മണിയുമാണ് എന്തൊക്കെ പറയാം. ഇതിന്റെ സത്യാവസ്ഥ ആർക്കറിയാം? ഇത് ഓരോരുത്തരും ഭൂരിഭാഗം ആൾക്കാരും ആസിഫ് അലി സപ്പോർട്ട് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പക്ഷെ എന്താ സത്യാവസ്ഥ ആർക്കും അറിയില്ല. നിങ്ങൾ ജയിത്താൻ ഇവിടെ വന്ന് വീഡിയോ എടുത്ത് കൊണ്ടായിരുന്നു. ജയിത്താൻ ഭയങ്കര തെരുവിളിയാണ് പുള്ളി എന്നാ, രമേശ് വേണ്ട, ഭയങ്കര തെരുവിളിയാണ്, വിളിക്കാത്ത തെറിയില്ല, എല്ലാവരും വിളിച്ചോടിക്കുകയാണ്. സത്യാവസ്ഥ എന്താ അറിയില്ല. എന്തായാലും രമേശ് സാരെ അറിയപ്പെട്ടു, ആസിഫ് അലി അറിയപ്പെട്ടു. ആസിഫ് അലി ഇത്രയും സിനിമ അഭിനയിച്ചിട്ട് ഇത്രയും കൂടെ അറിയപ്പെട്ടിട്ടില്ല. ആസിഫ് അലി സൂപ്പർ സ്റ്റാർ ഇല്ലെങ്കിൽ പോട്ടെ, ലെവൽ ക്രോസ് വലിയ ഇട്ടാവട്ടെ, രമേശ് സാറായിട്ട് സംഗീതനായിട്ട് ആരും അറിയപ്പെടാതെ രമേശ് സാറായിട്ട് ഇപ്പൊ അറിയപ്പെട്ടുള്ള പോപ്പുലറായി. ഓക്കെ.